സ്ട്രോക്ക് പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ അവഗണിക്കാറാണ് പതിവ്. ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്കാണ് ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് വന്നു തുടങ്ങി. സ്ട്രോക്കിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇപ്പം ഒരുപാട് കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻ ജനറൽ ജോലിയുടെ മേഖലകളിൽ യുവാക്കൾ ജോലി ഇട്ടിട്ട് പോകുന്നു. അതെന്തുകൊണ്ടാണ്? ജോലി ഇട്ടിട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെൻഷനും സ്ട്രെസ്സും കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റാണ്ട് വരുന്നു. അപ്പോഴാണ് മറ്റൊരു മാർഗമുണ്ടെന്ന് തോന്നൽ വരുന്നു. അപ്പോൾ ജോലിയിൽ നിന്ന് ആബ്സെൻ്റ് ആവുന്നു. ദേഷ്യം അമിതമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതായ ആൾക്കാർക്ക് കുറേ കഴിയുമ്പോൾ അവർക്ക് ക്യാൻസറിൻ്റെ ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് അഡ്രിനൽ ട്യൂമറൊക്കെ. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് നമ്മൾ പറയും. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നും നമ്മൾ പറയും. പക്ഷെ പലതിനെയും പഴഞ്ചൊല്ലുകളായി മാത്രം തള്ളിക്കളഞ്ഞിട്ട് ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അയ്യോ ഇതിന് ഏറ്റവും നല്ല ചികിത്സ എവിടെയാണ് എന്ന് അന്വേഷിച്ച് പോകുന്നവരാണ് ഒരുപാട് പേരും. ഇന്ന് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിലെ ഡോക്ടർ രഘുനാഥ് നായരാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള സ്ഥലമാണ്. അവിടെയുള്ള ചികിത്സാ രീതികൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരത്തിനിടയിൽ ഓവർ എക്സൈറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഡോക്ടർ വെൽക്കം. സ്വാഗതം. ഡോക്ടർ, ഈ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 നമ്മൾ മുള്ളുകൊണ്ടെടുക്കുന്നത് തൂമ്പ കൊണ്ടെടുക്കലാണ് ഒരുപാട് ആളുകളും ചെയ്യുന്നത്. ഈ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അസുഖങ്ങൾ വരാതിരിക്കാൻ ആളുകൾ വരുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. സഞ്ജീവിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സഞ്ജീവിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രോഗാണുക്കൾ മൂലമുള്ള ഏതൊരു രോഗത്തിനും മരുന്നുകളുടെ സഹായത്തോടെ മാത്രമേ അതിനൊരു ട്രീറ്റ്മെൻറ്റ് നടക്കത്തുള്ളൂ. എന്നാൽ രോഗാണുക്കൾ മൂലമല്ലാത്തതായ അനേകം ഡിസോർഡറുകൾക്കും നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഒരു മരുന്നിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു രോഗാണുവിനെ നശിപ്പിക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു അവയവം പ്രവർത്തിക്കാതിരിക്കാൻ. ഇത് രണ്ട് കാര്യത്തിനാണ് മരുന്ന് കൊടുക്കുന്നത്. കാരണം ഈ മരുന്നുകൾ എല്ലാനും നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിനൊരു ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിന് ഇങ്ങനെയാണ് പറ്റത്തുള്ളൂ. എന്നാൽ രോഗാണുക്കൾ മൂലമല്ലാത്ത അനേകം രോഗങ്ങളാണെന്ന് പറയുന്ന ഡിസോർഡേഴ്സ് ഉണ്ട്. ഈ ഡിസോർഡേഴ്സിനെ ഓർഡറിലാക്കുന്ന ഒരു മെത്തേഡ്, അത് ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് ലോകത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മെത്തേഡുകളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഗുണപ്രദമായ ഒരു ചികിത്സ കൊടുക്കുക എന്നാണ് സഞ്ജീവനിയുടെ ലക്ഷ്യം. അത് വളരെ വിജയപ്രദമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗാണുക്കൾ മൂലമല്ലാത്ത അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സറിയാതെ പലതിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ മനസ്സിൻ്റെ അസുഖങ്ങൾ, പിന്നെ സ്ട്രെസ്സ്, ഡിപ്രഷൻ, സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസ്, ഇതൊന്നും രോഗാണുക്കളല്ല. അതുപോലെ പ്രസവം, മുന്നേ പിന്നെ, പോസ്റ്റ്പാർട്ടം, ഇതൊന്നും രോഗാണുക്കളല്ല. ഡോക്ടർ പറയുന്നത് അങ്ങനത്തതിനെല്ലാം അസുഖം ഒരു മരുന്ന്. അപ്പം അത് മരുന്നല്ല. എന്നാ നമ്മൾ ചെയ്യുന്നത്? അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കാണ്. ഇപ്പോൾ ചോദിച്ചതുപോലെ, അതായത് ഡിപ്രഷൻ ഉള്ളതായ ഒരു വ്യക്തിയുടെ നമ്മുടെ തലയിൽ ഡീപ്പ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ ഉപകരണം വെച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഈ സ്റ്റിമുലേഷൻ ലോകത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ് അവിടെ. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ തലയിൽ ഒരു ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിമുലേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആയുർവേദം കൊണ്ട് ശിരോധാര ചെയ്യും. ഇത് രണ്ടും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പെൽവിക് ഫ്ലോറിനെ നമ്മൾ മറ്റൊരു എക്യുപ്മെൻറ്റ്, ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് വെച്ച് അതും ചെയ്യും. അതുകൂടാതെ നമ്മുടെ അവയവങ്ങളുടെ ഏത് ഭാഗത്താണോ, ജോയിൻസിലാണോ, എവിടെയാണോ ബ്ലഡിൻ്റെ ഫ്ലോ കട്ടായി പോകുന്നത്, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫ്ലോ കൃത്യമായിട്ട് വരാണ്, അവിടെ സ്ട്രെങ്തൻ കണ്ടീഷനിങ് ചെയ്യും. ഇങ്ങനെ വിവിധ തരം തെറാപ്പികളിലൂടെ നമ്മളുടെ ബോഡിയെ ഫങ്ഷണലാക്കാണ്. അങ്ങനെ വരുമ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞതായ ഒരു പരിപാടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് എൻ്റെ അറിയാൻ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഒരുപാട് കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻ ജനറൽ ജോലിയുടെ മേഖലകളിൽ യുവാക്കൾ ജോലി ഇട്ടിട്ട് പോകുന്നു. അതെന്തുകൊണ്ടാണ്? ജോലി ഇട്ടിട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെൻഷനും സ്ട്രെസ്സും കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റാണ്ട് വരുന്നു. അപ്പോഴാണ് മറ്റൊരു മാർഗമുണ്ടെന്ന് തോന്നൽ വരുന്നു. അപ്പോൾ ജോലിയിൽ നിന്ന് ആബ്സെൻ്റ് ആവണം. അപ്പോൾ ജോലി ചെയ്യുന്നതായ വ്യക്തികൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കൊപ്പം അവരുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടണം. ഈ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കണം. നമ്മുടെ അവയവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടൊരു വലിയൊരു രീതിയാണ് നൈറ്റ് ലൈഫ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് രാത്രിയിൽ ആഹാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഉറക്കം വരുമ്പോൾ ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ ഈ ബെഡ്റൂം എന്നുള്ളത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല. ബെഡ്റൂമിലൊരു ജീവിതമുണ്ട്.
അപ്പോൾ വെളുപ്പിന് 4 മണിയൊക്കെ 3 മണിയാകുമ്പോഴാണ് ബെഡ്റൂമിലേക്ക് പോണത്. നേരം വെളുത്തിട്ട് പോകുമ്പോൾ പല്ല് തേച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. കാരണം അവന് ജോലിക്ക് പോകണം. ഈ രീതിയിലേക്ക് വന്നതിൻ്റെ കാരണം ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നൈറ്റ് ലൈഫിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞു ചിലപ്പോൾ ഒരു വലിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടും, വേറൊരാൾ പറഞ്ഞു വേറെ എന്തെങ്കിലും ചെയ്താൽ ഒരു സുഖം കിട്ടും, ഒരാൾ ഒരു കഞ്ചാവ് വലിച്ചാൽ സുഖം കിട്ടും. ഇത് തേടുന്നതായ ഒരു മേഖലയാണ് നൈറ്റ് ലൈഫിൽ നല്ലൊരു ശതമാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ വി വിൽ ബി എൻജോയ് വിത്ത് ദ ബെഡ്റൂം ഇറ്റ് സെൽഫ്, വി വിൽ ബി ഹാപ്പി വിത്ത് ദ ബെഡ്റൂം ഇറ്റ് സെൽഫ്. അതവിടെ അല്ല, ടെൻഷൻ ഉള്ളതുകൊണ്ട് വിൽ ഗോ ഔട്ട് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സഞ്ജീവിനി പോലുള്ളതായ ഒരു വെൽനസ് സെൻ്ററിൻ്റെ പ്രാധാന്യം വരുന്നത്. സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കിയാൽ ഊണ് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങാമെന്നുള്ളതാണത്. കാരണം രാവിലെ സജ്ജമാകേണ്ടതായ ആവശ്യമുണ്ട്. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് 79 അവയവങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം നിന്നുപോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ഡിസ്കംഫർട്ട് ശരീരത്തിലുണ്ടാവും. നമ്മളിതറിയില്ല. അത് രക്തം പരിശോധിച്ചാലോ മൂത്രം പരിശോധിച്ചാലോ ഒന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടങ്ങളിലൊക്കെ തന്നെ രക്തം പരിശോധിച്ചാലോ ഒന്നും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല. ആ രക്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ശരീരത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിലും അസുഖം വരുമ്പോഴല്ലേ കുഴപ്പമുണ്ടെന്നറിയാം. അല്ലാണ്ട് ശരീരത്തിൻ്റെ ഫങ്ഷനിങ്ങും പ്രവർത്തനവും നമ്മൾ എങ്ങനെ അറിയാം? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി ജോലിക്ക് പോകുന്ന ഒരാൾ, ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. 33 വയസ്സുള്ളതായ ഒരു പയ്യൻ, ആ പയ്യൻ ജോലിക്ക് കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് അവന് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയുടെ കാര്യം വേറെ ഒന്നുമല്ല, അവൻ യാതൊരു ദുസ്വഭാവങ്ങളും ഇല്ല. രാവിലെ അവൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും തയ്യാറായിട്ട് വരുമ്പോഴേക്ക് 10 മണിയാവും. 10 മണിക്ക് ജോലിക്ക് പോയിട്ട് കാര്യമില്ല. പല പ്രാവശ്യവും ഓഫീസിൽ ഷൗട്ടിങ് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് വെച്ചു, ജോലി ചെയ്യേണ്ടെന്ന് വെച്ചു, ഇനി ജോലിക്ക് പോകണില്ല എന്ന് വെച്ചു. അപ്പോൾ പേരൻസിനോട് പറഞ്ഞു ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചാലെന്ന് പറഞ്ഞു. വേറെ ജോലി കണ്ടുപിടിച്ചാലും അവസ്ഥ ഇതാണ്. ഈ പയ്യൻ ഞങ്ങളുടെ അടുത്ത് വന്നായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ പയ്യനെ ഞങ്ങളുടേതായ മെത്തേഡിൽ ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തി. ഈ അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ സ്കെൽറ്റൽ മസിൽ മാസ് വളരെ പൂറാണ്. ഈ സ്കെൽറ്റൽ മസിൽ മാസ് പൂറായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഫെറ്റിഗായി പോകും. മാത്രമല്ല അയാളുടെ വിസൽ ഫാറ്റും വളരെ കൂടുതലാണ്. ഈ വിസൽ ഫാറ്റ് വളരെ കൂടുതലും സ്കെൽറ്റൽ മസിൽ മാസ് കുറയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ തോട്ട് പ്രോസസ്സ് മാറിപ്പോകും, മടിയനായി മാറും. ഈ മടിയനായി മാറുന്ന സ്റ്റേജിലേക്ക് ആവുന്നതിന് മുൻപ് നമ്മൾ അവൻ്റെ സ്കെൽറ്റൽ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം, വിസൽ ഫാറ്റ് ഡൗൺ ചെയ്യിപ്പിക്കണം. ഇതാണ് ഞങ്ങൾ ചെയ്യണത് അവിടെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാളുടെ മടി മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. മടി എന്നുള്ളത് മനുഷ്യനുള്ളതല്ല, മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതെങ്ങനെ? അത് നമ്മുടെ ശരീരം പ്രവർത്തിക്കാണ്ട് വരുമ്പോൾ, ഇപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് നമുക്കൊരു കാര്യമുണ്ട്. ആ നാളെ രാവിലത്തെ 10 മണിക്കുള്ളൊരു കാര്യമുണ്ട്, അത് കൃത്യമായിട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോകണം. നമ്മൾ ഇന്ന് കുളിച്ചില്ല എന്ന് തീരുമാനിക്കും, ഇന്ന് കുളിക്കേണ്ട തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കുളിക്കേണ്ടായ തീരുമാനിക്കാൻ എന്താ കാരണം? നമ്മുടെ ബ്രെയിനിൻ്റെ വർക്ക് ശരിയല്ല, നമ്മൾ റെസ്പോൺസിബിൾ ബ്രെയിനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ റെസ്പോൺസിബിൾ ബ്രെയിനായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ തലച്ചോറിൽ കൃത്യമായ രീതിയിൽ ഈ സെറട്ടോണിൻ ആവട്ടെ, ഡോപ്പാമിൻ ആവട്ടെ, ഹാപ്പി ഹോർമോൺസ് ആവട്ടെ, ഗാബ ആവട്ടെ, ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കണം. എങ്കിലാണ് അത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. അപ്പോൾ ഇവന് ക്ഷീണം വരാണ് അവിടെ അങ്ങോട്ട്. അതാണ് മടിയായി നമ്മൾ കാണുന്നത്. അതാണ്. അല്ലാണ്ട് ഒരു ഒറ്റ വ്യക്തിക്ക് മടിയില്ല. ജനിച്ചു വീഴുന്ന കൊച്ചുകുട്ടിക്ക് കരയാൻ ഒരു മടിയില്ല, ചിരിക്കാനും ഒരു മടിയില്ല, ഉറങ്ങാൻ അവനും മടിയാണ്. എന്തായാലും അവനെ ഉറക്കണം. ഈ ചിരിയും കളിക്കും അവന് യാതൊരു മടിയില്ല അവിടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിരിക്കാൻ മടി എന്നുള്ളത് മനുഷ്യനിലില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ അമിതമായിട്ടുള്ള ദേഷ്യം, റിയാക്ഷൻസ്, അതായത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവർ, ചിലരൊക്കെ പറയാറുണ്ട് അവരുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെയൊക്കെ മുന്നിൽ എഗ്ഷെല്ലിൽ നടക്കുന്ന പോലെയാണ്. ചിലർ പറയാറുണ്ട് എന്തിനാ പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയത്തില്ല. വാശി, അകാരണമായ വാശി. ഡോക്ടർ പറയുന്നത് ഇപ്പോൾ മടി എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ അതൊരു കോമൺ നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള അമിത വികാര പ്രകടനങ്ങൾ അതും നാച്ചുറൽ അല്ല. അതൊരു രോഗം കൂടിയാണത്. നമ്മൾ ദേഷ്യം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറട്ടോണിൻ്റെതായ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യമായിപ്പോൾ അത് പിൽക്കാലത്ത് രോഗമായി മാറും. ദേഷ്യം വളരെ കൂടുതലുള്ള വ്യക്തികൾക്ക് താരതമ്യേന ക്യാൻസറിൻ്റെ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത്. ദേഷ്യം അമിതമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതായ ആൾക്കാർക്ക് കുറേ കഴിയുമ്പോൾ അവർക്ക് ക്യാൻസറിൻ്റെ ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് അഡ്രിനൽ ട്യൂമറൊക്കെ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീനേജേഴ്സിൻ്റെ ദേഷ്യം എങ്ങനെ മാറ്റാം?
ടീനേജേഴ്സിൻ്റെ ദേഷ്യം എന്നൊരു ദേഷ്യമില്ല. മനുഷ്യൻ്റെ ദേഷ്യത്തിൽ ടീനേജേഴ്സിന് കൂടുതലാവുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ടീനേജേഴ്സ് ആരോഗ്യം നോക്കുന്നില്ല. ടീനേജേഴ്സിൻ്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജീവിതം എങ്ങനെയാണോ അതൊക്കെ, നാളത്തേക്ക് വേണ്ടി വരുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ടീനേജേഴ്സ് അന്വേഷിക്കുന്നില്ല. അതിനെ പറഞ്ഞു കൊടുക്കാൻ മറ്റൊരാൾക്കാരുമില്ല. ഇനിയും ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ പല ഡോക്ടർമാരായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ തന്നെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാരും കഴിക്കത്തില്ല. ടീനേജേഴ്സ് മരുന്ന് കഴിക്കില്ല. അതെന്താ കാരണം വെച്ചാൽ അവരപ്പോൾ തന്നെ ഗൂഗിൾ അടിച്ച് നോക്കുക, ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന പ്രോബ്ലം ഉണ്ട്, ആ മരുന്ന് കഴിച്ചാൽ ഈ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീനേജേഴ്സുള്ള ആൾക്കാർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചിട്ടായിരിക്കും അവർ വരുന്നതെന്നൊരു പ്രതീക്ഷയില്ല. ആ രീതിയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടീനേജേഴ്സ് 35 വയസ്സിൽ താഴെയുള്ളതായ ആൺകുട്ടികൾക്കാവട്ടെ പെൺകുട്ടികൾക്കാവട്ടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് പണ്ടത്തെക്കാളേറെ ഞാൻ സംസാരിച്ച ഒരുപാട് ഡോക്ടർമാരും പറഞ്ഞതാണ് യുവാക്കളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും വളരെയധികം ഇപ്പം ശരീരത്തിൻ്റെ ഭാരമാണെങ്കിലും അവരുടെ ഹോർമോണൽ പ്രശ്നങ്ങളായിട്ട് ഇപ്പം സ്കിന്നിൻ്റെ പ്രശ്നങ്ങളായിട്ടാണെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളുടെ ഒരു ടീനേജ് ഏജ് തൊട്ടങ്ങ് മുകളിലോട്ടുള്ള അവരുടെ ആ ഒരു സ്കിൻ പ്രശ്നങ്ങളും ശരീരത്തിൻ്റെ അമിതവണ്ണവും എങ്ങനെ മാറ്റാം? ഇതൊക്കെ ഡ്യൂ ടു സ്ട്രെസ്സാണ്. ഇതിൻ്റെ ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ അടുത്തൊരു കുട്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നായിരുന്നു. ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന് ഇപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്താൽ നടക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യം വരാണ്. ഈ നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിന് വേണ്ടി 3-4 സർജറിയും കഴിഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു ഇനി ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ആ കുട്ടി വന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുട്ടി നടക്കാത്തതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, ആ കുട്ടിയുടെ 6 വയസ്സുള്ളതായ ഒരു മകൻ അമ്മ നോക്കി നിൽക്കാതെ വെള്ളത്തിൽ വീണ് മരിച്ചു പോകണം. ഈ സ്ട്രെസ്സിനെ തുറന്നാണ് ആ കുട്ടിക്കുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മൊത്തം. ഞങ്ങൾ ആ സ്ട്രെസ്സ് റിലീസ് ചെയ്തപ്പോൾ ആ കുട്ടി ഇന്ന് ഈ അമ്മ എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് നടക്കാനും തുടങ്ങി, അവർക്ക് ബുദ്ധിമുട്ടും മാറിയും കിട്ടി. നമ്മളുടെ ഏറ്റവും വലിയ വിഷയമാണ് ഏതൊരു വ്യക്തിയും 2 വർഷത്തിലൊരിക്കൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ ഒരു ഡിപ്രഷൻ മൂലം അത് ഡിസ്ഫങ്ഷൻ ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. നമ്മൾ എന്ത് തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാലും മരുന്നുകൾ കഴിക്കും തോറും നമ്മുടെ ഫങ്ഷൻസിന് ഡിസ്ഫങ്ഷൻ ആവാണ്. പക്ഷേ നമ്മളെ പ്രവർത്തിപ്പിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ വണ്ടി വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസ് കൊടുക്കൂലേ, എന്നുപോലെ നമ്മുടെ ബോഡി ഒരു സർവീസിങ്ങിന് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സഞ്ജീവനിയിൽ ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റൽ പോലെ ഇപ്പം നമുക്ക് ചില ഡോക്ടേഴ്സ്, ഇപ്പോൾ ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ പല്ലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെല്ലുക, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണെങ്കിൽ ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചെല്ലുക. ഇപ്പോൾ സഞ്ജീവനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ തരം പേഷ്യൻസ് ആണ് വരുന്നത്? സഞ്ജീവനി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വരുന്നതായ പേഷ്യൻസ് ഡിപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടുള്ള ഒരുപാട് പേര്, അഡിക്ഷൻ ആൻഡ് ഡി അഡിക്ഷൻ സംബന്ധിച്ചായിട്ടുള്ളതായ ഒരുപാട് പേര്, ദെൻ അതുപോലെ തന്നെ ക്രോണിക് പെയിൻ, സ്ട്രോക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, പാർക്കിൻസൺസ്, ദെൻ ബൈപ്പോളാർ ഡിസോർഡർ ഉള്ളതായ അതൊക്കെ ആ ഡിപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂസാണ് അവിടെ. ദെൻ മസ്കുലോസ്ക്ലോറോസിസ്, ദെൻ സെറിബ്രൽ പാൾസി, ഓട്ടിസം, ഇങ്ങനെയുള്ളതായ ആൾക്കാർക്ക് അവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഡോക്ടർ, ഈ പറഞ്ഞ ഓരോ അസുഖങ്ങളും ഇതിൽ പലതും ഒരു കാലത്തും ചികിത്സ ഇല്ല എന്ന് പറയുന്ന അസുഖങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത് സഞ്ജീവനിയിൽ വന്ന് മാറ്റും എന്നുള്ളത്. അതിൽ ഓരോന്നിലൂടെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പോൾ ഡോക്ടർ പാർക്കിൻസൺസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കേട്ടിരിക്കുന്നത് ഒരിക്കൽ പാർക്കിൻസൺസ് വന്നാൽ പിന്നെ അതിൽ നിന്നൊരു മോചനമില്ല, തിരിച്ചുപോക്കില്ലെന്നാണ്. പാർക്കിൻസൺസ് വന്നാൽ ഒരു തിരിച്ചുപോക്കുണ്ടോ? പാർക്കിൻസൺസ് വന്നാൽ തിരിച്ചുപോക്കുണ്ട്. പാർക്കിൻസൺസ് വന്ന് ഒരുപാട് കിലോ കണക്കിന് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ എളുപ്പമല്ല. ഞങ്ങളുടെ അടുത്ത് പാർക്കിൻസൺസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്തതായിരിക്കരുത്. മരുന്നുകൾ കഴിച്ച് ക്രോണിക്കായിട്ട് ഇപ്പോൾ പാർക്കിൻസൺസിൻ്റെ ഒരു മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂർ വെച്ചുകൊണ്ട് ഒരു ദിവസം 4 പ്രാവശ്യം കഴിക്കണം. ആ മരുന്നുകൾ കഴിച്ച് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് മൂലം വേറെ മരുന്നുകളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതായ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള പാർക്കിൻസൺ ഡിസീസുകാരെ മിനിമം ഒരു ദിവസം 20 മുതൽ 25 വരെ മെഡിസിൻ ഒരു ദിവസം കഴിക്കണമാണ്. ഈ മെഡിസിൻസിനെ നമ്മൾ കുറച്ചുകൊണ്ട് വരണം. ഇത് കുറച്ചുകൊണ്ട് വന്ന അതിൻ്റെ ഇഫക്റ്റിന് ശരിയായ രീതിയിലേക്ക് വന്നാൽ 100% ഞങ്ങൾ പാർക്കിൻസൺസ് ഭേദമാക്കി തരും. ഇവിടെ ഒരു ക്ഷമ വേണമെന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ പാർക്കിൻസൺ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്പം ഭേദമാകുമ്പോൾ ഇനിയും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. കാരണം ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ രോഗം ഞങ്ങളുടെ രീതിയിൽ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ക്യൂറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 to 6 months വേണം. പക്ഷെ ക്യൂറായിരിക്കും. എന്തുകൊണ്ട് ക്യൂറാകുന്നതിന് വേണ്ടി സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് ഒരു മാജിക്കും കാണിക്കുന്നില്ല. സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് ഇന്ന് ലോകത്തിൽ US എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
UK എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഓസ്ട്രേലിയ എങ്ങനെ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ ഉപകരണങ്ങളെയും ഒരു ഏകകണ്ഠമായിട്ട് ഒരു അംബ്രല്ലയുടെ കുടക്കീഴിൽ വെച്ചെന്നേ ഉള്ളൂ. അവിടെ അലോപ്പതി ഡോക്ടറുണ്ട്, ന്യൂറോളജി ഡോക്ടറുണ്ട്, ദെൻ ആയുർവേദ ഡോക്ടറുണ്ട്, നാച്ചുറോപ്പതി ഡോക്ടറുണ്ട്, ദെൻ സിദ്ധവൈദ്യ ഡോക്ടറുണ്ട്, സ്പോർട്സ് ബയോമെക്കാനിസ്റ്റ് ഉണ്ട്, സ്പോർട്സ് സയൻറ്റിസ്റ്റ് ഉണ്ട്, ദെൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഈ എല്ലാം കൂടി ഒരു അംബ്രല്ലയുടെ കീഴിൽ മറ്റുള്ളിടത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ചികിത്സ ഭേദമാക്കാത്തത്. ഇതെല്ലാം കൂടി ഒരു അംബ്രല്ലയുടെ കീഴിൽ നിങ്ങളാക്കിയാലും ഞാനാക്കിയാലും ആരാക്കിയാലും പ്രവർത്തിച്ച് ഭേദമാവും. അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടിസം എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓട്ടിസത്തിന് എപ്പോഴും പറയാറുണ്ട് ബിഹേവിയറൽ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് കൊണ്ടുപോകണം, എല്ലാ ആഴ്ചയും കൃത്യമായിട്ടുള്ള അവരുടെ സെഷനുകൾ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ സഞ്ജീവനിയിൽ ഓട്ടിസം കുട്ടിയെ കൊണ്ടുവരുമ്പോൾ വേറെ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണോ? നമ്മൾ ഓട്ടിസം വെച്ചാൽ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ ഞങ്ങളുടെ അടുത്ത്. കാരണം ഞങ്ങളുടെ ഉപകരണങ്ങളൊക്കെ തന്നെ അത്തരം റേഞ്ചിലുള്ള ആൾക്കാരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഓട്ടിസം അവിടെ ചെയ്യുന്നതിനുള്ളതൊരു കാരണം, ഇപ്പോൾ ഞങ്ങളുടെ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്തിട്ടുള്ള US ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിക്കാൻ പറയുകയാണ്, ഈ ഓട്ടിസം ലോകത്തിൽ ഒരു സ്ഥലത്തും നിങ്ങളുടെ അടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത ബെനിഫിറ്റ് ഉണ്ട്. കാരണം നിങ്ങൾ ഓട്ടിസം കുട്ടിക്ക് നിങ്ങൾ ഡീപ്പ് TMSൻ്റെതായ ഒരു തെറാപ്പി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആയുർവേദ തെറാപ്പി കൊടുക്കുകയാണ്. ആയുർവേദ തെറാപ്പി കൊടുത്തു കഴിയുമ്പോൾ സ്ട്രെങ്തൻ കണ്ടീഷനിങ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ അവൻ്റെ പെൽവിക് സ്ട്രെങ്തനിങ് ചെയ്യാണ്. ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്ത് കളയാണ്. പോസ്ചർ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോസ്ചർ കറക്റ്റ് ചെയ്യാണ്. ഇതെല്ലാം കൂടെയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടിസം നല്ല ലോകത്തുള്ള ഏത് രോഗങ്ങളും മാറി കിട്ടും. ഓക്കെ, അപ്പോൾ ബോഡിയെ കംപ്ലീറ്റ്ലി ഫങ്ഷനിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ അവിടുത്തെ ബ്രോഷർ വായിച്ച സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് കുറേ എക്യുപ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ അടുത്ത് അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം സംസാരിച്ചാണ്. ഞാൻ അതിൽ ഓരോന്നായിട്ട് ചോദിക്കാം. ഇപ്പോൾ പീരിയഡ്സിൻ്റെ പെയിൻ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു പെയിനാണ്. അത് ചിലർക്ക് ഭാഗ്യമുള്ളവർക്കില്ല, മറ്റുള്ളവരെല്ലാം അതിലൂടെ കടന്നു പോകുന്നവരാണ് മാസത്തിലൊരിക്കൽ. അപ്പോൾ അവിടെയുള്ളൊരു കുട്ടി, അവിടെ വന്നൊരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു പീരിയഡ്സിൻ്റെ പെയിൻ കംപ്ലീറ്റ് മാറിയെന്ന്. അതെങ്ങനെയാണ് പീരിയഡ്സിൻ്റെ പീരിയഡ്സ്, അതായത് മെൻസ്ട്രൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഓരോ എക്യുപ്മെൻറ്റിനും പ്രൈമറി ഫോക്കസിങ് ഉണ്ട്. അത് എന്താണ് ബുദ്ധിമുട്ട് എന്ന് കണക്കാക്കിയിട്ടാണ് അത് ചെയ്യണത്. പീരിയഡ്സിൻ്റെതായ പ്രോബ്ലം, മെൻസ്ട്രൽ ഇഷ്യൂസ് ഉള്ളതായ കുട്ടികൾക്ക് ഞങ്ങൾ പെൽവിക് മസിലിനെ ആദ്യം സ്ട്രെങ്തൻ ചെയ്യും. പെൽവിക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വീണ്ടും പെൽവിക്കിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടനെ തന്നെ ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊടുക്കും. അപ്പോൾ പലതരത്തിലുള്ള തെറാപ്പികൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിടത്തുള്ളൂ. മാറ്റിയിട്ട് അതായത് ഒരു കാരണവശാലും വേദന ഉണ്ടാവില്ല. ഇതൊരു മാജിക് പോലെയാണ് എനിക്ക് കേൾക്കുന്നത്. അത് മോളെ, ഇതിൽ മാജിക് അല്ല, ശാസ്ത്രത്തിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായ, ഇന്ന് ശാസ്ത്രലോകം കൈവരിച്ചതായ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിനെ ഒരു കുടക്കീഴിലാക്കിയെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ചെയ്താലും ശരിയാവും. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പല സ്ഥലത്തും മാജിക്ക് പോലെയാണ്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ ഒരു കാര്യം നടത്തുന്നു, അതേ ഡോക്ടർ തന്നെ വേറെ ക്ലിനിക്കിൽ പോയി ശരിയാവുന്നില്ല. അപ്പോൾ ഇറ്റ്സ് എ മാജിക്. അപ്പോൾ ഈ പെയിൻ കൂടാതെ തന്നെ ഇപ്പോൾ ചിലരുടെ പീരിയഡ്സിൻ്റെ ഫ്ലോ 7, 8, 9 ഡേയ്സ് ഒക്കെയാണ്. അവർ പീരിയഡ്സ് തൊട്ട് ഹെവി ബ്ലീഡിംഗ് ആണ്. അപ്പം ഹെവി ബ്ലീഡിങ് പീരിയഡ്സിൻ്റെ മാറ്റാൻ പറ്റുമോ? പിന്നെ നമ്മുടെ പെൽവിക് സ്ട്രെങ്ത്തിനെ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പെൽവിക് ഫ്ലോർ, പെൽവിക് മസിൽ എന്നുള്ളത്. ഈ പെൽവിക് മസിൽ നമ്മൾ ലൂസനായി പോയി കഴിഞ്ഞാൽ യൂറിനറി ഇൻകോണ്ടിനൻസ് സംഭവിക്കും. ദെൻ അവിടെ തന്നെ അതുപോലെ തന്നെ പൈൽസ് എന്ന് പറഞ്ഞ രോഗമുണ്ടാകും, ഫിസ്റ്റുല ഉണ്ടാകും, ഫിഷർ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ പെൽവിക് ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. ഇതൊന്നും രോഗാണുക്കൾ മൂലമല്ല. അപ്പോൾ ഈ രോഗാണുക്കൾ മൂലമല്ലാത്ത സാധനം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഒരു പാത്രം കഞ്ഞി കുടിക്കുന്ന പാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുന്ന പാത്രമായിരിക്കും. വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് കാണാൻ ഭംഗിയുണ്ടാവും. വൃത്തിയാക്കിയില്ല എന്ന് എഴുതിക്കൊണ്ട് കഞ്ഞി കുടിക്കണേനോ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കണോ കുഴപ്പമില്ല. പക്ഷേ വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടത്തില്ല. സെയിം തിങ്, നമ്മുടെ പെൽവിക് ഏരിയയെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ 100% റിലീസ് കിട്ടും. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പൈൽസിന് സർജറി ചിന്തിച്ച ആളാണ്. ഇപ്പോൾ ഉള്ള പൈൽസ് പോയ വഴി കണ്ടില്ല ഞാൻ. സർജറി ഇല്ലാതെ പൈൽസ് മാറും? പിന്നെ അതെങ്ങനെ? അതാണ് ഈ പെൽവിക്കിൻ്റെതായ ആ മെഷീൻ്റെ പ്രത്യേകത. ആ ഒരു മെഷീൻ്റെ പ്രത്യേകതകൾ ആ മെഷീൻ്റെ മാത്രം പ്രത്യേകതകളാണ്. പക്ഷെ ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, ആ മെഷീൻ അനുസരിച്ച് തന്നെ മറ്റവയവങ്ങളെയും കറക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മെൻ്റലി വെൽബീയിങ് ആവും. അതാണ് അവിടെ നടക്കുന്നത്. ഞാൻ സഞ്ജീവിനിയെക്കുറിച്ച് ഏറ്റവും ആദ്യം കേട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിക്കാൻ മടിയുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ സഞ്ജീവിനിയിൽ കൊണ്ടുവന്നു, ആ കൊച്ചു കല്യാണത്തിന് സമ്മതിച്ചു എന്ന്. സാധാരണ കൗൺസിലിങ്ങുകളിലാണ് നമ്മളിത് കേൾക്കാറ്. അപ്പോൾ സഞ്ജീവിനിയിൽ കല്യാണം നടക്കാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനുള്ള അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ സഞ്ജീവനിയിൽ വന്നാൽ
കല്യാണം കഴിക്കാൻ മടി കാണിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെ, അതൊരു നല്ലൊരു ചോദ്യമായി. അതായത് കല്യാണം കഴിക്കാൻ മടി കാണിക്കുന്നതല്ല, ഇന്നത്തെ തലമുറയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സമൂഹമാണത്. പേടിയാണ് ഡോക്ടർ. പേടിയാണെന്ന് അവർക്ക് താല്പര്യമില്ല. ഈ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരൻസിന് വേണ്ടി വിവാഹം കഴിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഈ കുട്ടി ജോലിയും ചെയ്യാണ്. അപ്പോൾ ഈ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആലോചിച്ചു, ഇനി ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അല്ലെങ്കിൽ എനിക്ക് ഇനി കുട്ടികളുണ്ടാകുമോ? ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഡൗട്ടുകളുണ്ടായി. ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ വളരെ ഫെറ്റിക്കായിപ്പോയി. ഈ കുട്ടിയെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആ കുട്ടിയെ ഞാൻ സ്ട്രോങ് ആക്കി. ആ കുട്ടി ഇപ്പോൾ കല്യാണം കഴിച്ച് ഇപ്പോൾ പ്രഗ്നൻ്റാണ്. വളരെ സന്തോഷമായ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. സ്ട്രോങ് ആക്കിയെന്ന് ഡോക്ടർ പറയുമ്പോൾ വെറുതെ ഒരു കൗൺസിലിംഗ് കൊണ്ടല്ല, ദിസ് ഇസ് സയന്റിഫിക്. സയൻറ്റിഫിക് മെത്തേഡിലാണ് സ്ട്രോങ് ആക്കണം നമ്മൾ. നമ്മുടെ ആ കുട്ടിയുടേതായ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനെ ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്ത് അതിനെ എന്താ പറയണേ, ഒരു മിടുക്കിയാക്കി എന്നാണ് എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ. ആ മിടുക്കിയായി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര താല്പര്യമായി, ഇപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള സ്ട്രെങ്തായി. ഈ യുവതലമുറയിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതിനെ സംശയിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് വേണ്ട എന്ന് പറയുന്നത്? കാരണം അവർ മെൻ്റലി ഹാപ്പി അല്ല. എപ്പോഴും ഡൗട്ടുകൾ കലർന്നു കൂടി ജോലിയുടെ ടെൻഷനും കൂടെ ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ട് വേറെ വഴിക്കാണ് പോണത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബം എന്നുള്ളതായത് ഒരു ഭയങ്കര കാര്യമായിരുന്നു. ഇന്ന് കുടുംബം എന്ന ചിന്തയില്ലാത്തതിൻ്റെ കാരണം പുതിയ തലമുറയിലുള്ള കുട്ടികൾ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമല്ല. ആരോഗ്യവതികളും ആൾക്കാർക്കാണ് ശരിയായ ചിന്തയിലൂടെ നമുക്ക് ജീവിതം കെട്ടിപ്പടുത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇന്ന് കഴിഞ്ഞാൽ ഓക്കെ, നാളത്തെ കാര്യം നോക്കാം. ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ കല്യാണം ഒരുപാട് പേരും കല്യാണം കഴിക്കാനായിട്ട് സംശയിക്കുന്നവരും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ചർച്ചയാവുന്നൊരു കാര്യമാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്. പണ്ടിപ്പോൾ കല്യാണം കഴിച്ചിട്ട് പലരും മിണ്ടാണ്ട് വർഷങ്ങളോളം ജീവിച്ചവർ, മക്കളില്ലാതെ ജീവിച്ചവർ, ആരും അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പല ബന്ധങ്ങളും തകർന്നത്. പല ഡിവോഴ്സുകളുടെ റീസൺ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേരും പറഞ്ഞു തുടങ്ങി, ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട്. അപ്പം ഈ സഞ്ജീവനിയിൽ ആക്ച്വലി കല്യാണത്തിന് മുന്നേ ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ കേട്ടത് ശരിയാണ്? തീർച്ചയായിട്ടും. അതെന്ത് പ്രോഗ്രാം? അതിന് പ്രീ മാരിറ്റൽ വെൽനസ്. അതെന്താണ്? അതായത് നമ്മളുടെ അടുത്തുനിന്ന് ഈ പ്രീ മാരിറ്റൽ വെൽനസ്സിൽ ഈ 3 ആഴ്ച ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്നതായ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആരോഗ്യപരമായ കപ്പിൾസായിട്ട് പോകാനും അവരുടെ ജീവിതം സുഖപ്രദമാവുന്ന രീതിയിൽ അവർക്ക് ചിന്തിക്കാനും അനുഭവിക്കാനുള്ളൊരു അവസരം അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. അത് മെൻ്റലിയും അവർ പ്രിപ്പയർഡ് ആയിരിക്കും, ഫിസിക്കലിയും പ്രിപ്പയർഡ് ആയിരിക്കും. ഒരു ഡിസ്ഫങ്ഷൻസും അവർക്കുണ്ടാവില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ സ്റ്റേജാണ് കുട്ടി എന്ന് പറയുന്നൊരു സ്റ്റേജ്. ഇപ്പോൾ ഒരുപാട് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. ഒന്ന്, ഗർഭം ധരിക്കാനായിട്ട് പാടുപെടുന്നു, ഒരുപാട് കാലങ്ങളാണെങ്കിലും അത് നടക്കുന്നില്ല. സ്പേം കൗണ്ട് കുറവാണ്, സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭിണികളാവാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുമാരുടെ അടുത്ത് IVF ട്രീറ്റ്മെൻറ്റുകളുടെ ഒക്കെ അടുത്ത് ഇപ്പം എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയുമായി വെൽനെസ്സുമായിട്ട് ബന്ധമുണ്ടോ? ആ ചോദ്യത്തിൽ എൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് വിജയിച്ചിട്ടില്ല. വിജയപ്രദമായാൽ മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകമായ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അങ്ങനെ അട്രാക്റ്റ് ചെയ്യണത് ഒരു സെൻറ്ററല്ല ഞങ്ങളുടെ സെൻറ്ററിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂവിൻ്റെ ഉള്ളിൽ തേനുണ്ടെന്ന് ആരും വണ്ടിന് കത്തയക്കാറില്ല. തേനുണ്ടെങ്കിൽ വണ്ട് തന്നെ വന്നോളൂ എന്നതുപോലെ റിസൾട്ട് ഉള്ളതായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ആണെങ്കിൽ തന്നെ ആൾക്കാർ വരും. ഈ ലോകത്തുള്ളതായ ഒരു വെൽനസ് സെൻറ്ററിലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുകൊണ്ട് പറയുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പാനൽ ഓഫ് ഡോക്ടേഴ്സും അവിടെയുള്ളതായ തെറാപ്പിസ്റ്റും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്കതൊന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസ് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ അവരടുത്ത ഏപ്രിൽ മാസത്തിൽ ക്യാരിയിങ് ആയിരിക്കും എന്നാൽ സംശയമില്ല. ഞങ്ങൾ അതേ രീതിയിലാണ്. ഞാൻ പൂർണ്ണമാവാണ്ട് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷേ വി ആർ ഡൂയിങ് ഇറ്റ്. വെരി എത്തിക്കൽ ഡോക്ടർ. കാരണം ഇല്ലാത്തൊരു കാര്യം ഡോക്ടർ അങ്ങനെ പറയുന്നില്ല എന്നുള്ളത് വളരെ അഭിനന്ദനാർഹം കൂടിയാണ്. അതായത് ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യം അനുഭവിച്ച് പരീക്ഷിച്ച് റിസൾട്ട് വന്ന കേസുകൾ മാത്രമേ പറയത്തുള്ളൂ. ഇതുപോലെ ഞാൻ അവിടെ കേട്ടിട്ടുള്ള ഒരു കേസാണ് സോറിയാസിസിൻ്റെ. എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു പയ്യനുണ്ടായിരുന്നു. 19 വയസ്സിൽ സോറിയാസിസ് വന്നു. ഒരു 28 ആയപ്പോഴത്തേക്കും ആൾ മരിച്ചു. അപ്പം അന്ന് മുതൽ ഈ സോറിയാസിസ് എന്ന് പറയുന്നത് അറിയുന്ന എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ സോറിയാസിസ് വന്നാൽ പിന്നെ
ജീവിതമില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സോറിയാസിസിന് ശരിക്കും ചികിത്സയുണ്ടോ? സോറിയാസിസിന് 100% ചികിത്സയുണ്ട്. അത് ഞങ്ങൾ വിജയിച്ചതായ അനേകം കേസുകളുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത്. കാരണം സോറിയാസിസിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്പോർട്സ് മെഡിസിനും സിദ്ധവൈദ്യ മെഡിസിനും അതുപോലെ തന്നെ ആയുർവേദം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഈ കോമ്പിനേഷൻ ഓഫ് ദ തെറാപ്പിയാണ് നമുക്കവിടെ ഗുണം കിട്ടുക. ഞങ്ങളുടെ വന്നു പോയിട്ടുള്ള ആൾക്കാർ ഒരു ടെസ്റ്റിമോണിയൽ അങ്ങനെയുള്ളതൊന്നും നമ്മൾ കൊടുക്കില്ല. കാരണം ഓരോ വ്യക്തിയുടേതായും ഹെൽത്ത് ഇഷ്യൂസ് അത് അവരുടെ പ്രൈവസിയാണത്. അത് നമ്മൾ ആൾക്കാരെ മുൻനിർത്തി ഞാൻ നടന്നു ഇവൻ പോയി അങ്ങനെ കൊടുക്കുന്ന പരിപാടി നമ്മുടെ അടുത്തില്ല. നമ്മുടെ അടുത്ത് സോറിയാസിസൊക്കെ 100% ക്യൂറിങ് ആണത്. രണ്ടാമത് വരാത്ത രീതിയിൽ വരെയാക്കും. ഒരു പക്ഷേ മോൾക്കത് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ സാധിക്കുന്ന കാര്യമാണ്, നടന്നിട്ടുള്ള കാര്യമാണ്. സോറിയാസിസൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടി ട്രീറ്റ്മെൻറ്റാണ്. ഇതുപോലെ സ്ട്രോക്ക് പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ അവഗണിക്കാറാണ് പതിവ്. ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്കാണ് ഇത്രയും കാലം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് വന്നു തുടങ്ങി. സ്ട്രോക്കിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഐ എം വെരി ഇൻട്രസ്റ്റഡ് ടു ആൻസർ ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ദ റീസൺ ഈസ് സ്ട്രോക്ക് വരുന്നത് യുവാക്കളിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ വിസറൽ ഫാറ്റ് അമിതമായിട്ട് വർദ്ധിക്കുന്നത് മൂലമാണ്. വിസറൽ ഫാറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ചാൻസ് 90%. ഈ സ്ട്രോക്ക് വന്നിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും നിങ്ങൾ വിസറൽ ഫാറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റാണ്, അപകടകാരിയായ ഫാറ്റ്. നമ്മൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, നമ്മുടെ സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് മാത്രമേ അതിൻ്റെ ഉള്ളിൽ, വൈറ്റ് ഫാറ്റ് മാത്രമേ അതിനുള്ളൂ. അവയവങ്ങൾക്ക് ഇടയിലുള്ള ഫാറ്റാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ വിസറൽ ഫാറ്റ് നമുക്ക് ബ്ലഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്തരം അസസ്മെൻ്റാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. ആ വിസറൽ ഫാറ്റ് ഉള്ളതായ കേസ് 100% ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 37 വയസ്സായ ഒരു പയ്യൻ്റെ വിസറൽ ഫാറ്റ് കൂടി ഞാൻ ആ വ്യക്തിയുടെ പേരൻസിനെ വിളിച്ച് പറഞ്ഞു. അയാളോട് ഞാൻ പറഞ്ഞില്ല, അയാളോട് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. അയാളുടെ പേരൻസിനോട് പറഞ്ഞു എത്രയും വേഗം ഞങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് 2 ആഴ്ച ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലാത്ത പക്ഷം അയാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അവർ അവഗണിച്ചു. അവഗണിച്ചതായ ആ വ്യക്തിക്ക് ഈ അടുത്ത കാലത്ത് സ്ട്രോക്ക് വന്നില്ല, പക്ഷേ ഹാർട്ടിൻ്റെ വേറെ ഇഷ്യൂസ് വന്നുപോയതാ. അത് നമ്മളത് പറഞ്ഞതാണത്. അപ്പോൾ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളെ നമുക്ക് നല്ലോണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഈ എക്യുപ്മെൻറ്റിലൂടെ വിസീരിയൽ ഫാറ്റ് കളയാൻ സാധിക്കുമോ? ഒരു എക്യുപ്മെൻറ്റിലൂടെ മാത്രം പോരാ, പല തെറാപ്പികളിലൂടെ ഈ ഫാറ്റ് ബേണിംഗ് എക്യുപ്മെൻറ്റും കൂടെ വച്ച് അതിൻ്റെ വിസൽ ഫാറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണത്? അതായത് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ഫാറ്റ് ബേൺ ചെയ്യണം. ഫാറ്റ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡീപ്പർ ലെവലിൽ അതിൻ്റെ ബേണിംഗ് നടക്കുന്നു. ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് മസാജും ഹെർബൽ മസാജും കൂടെ കൊടുത്ത് പലതരത്തിലുള്ളതായ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നു. പിന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യുന്നു. അപ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്ത് ഈ 3 പ്രക്രിയയും കൂടെ ഒരു ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് ചെയ്ത് ഒരു 10 ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം റെഡ്യൂസ് ചെയ്യപ്പെടും. വണ്ണം കുറയും. ഞങ്ങൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞങ്ങൾക്കില്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഒരു കാരണവശാലും ഇന്ന് വന്നുകൊണ്ട് ഒരാഴ്ച കൊണ്ട് വെയിറ്റ് ഒന്നും കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ കുറയ്ക്കേണ്ടതായ പല സെൻറ്ററുകളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള വെച്ചാൽ ആഹാരത്തിലുള്ള കൺട്രോളാണ്. നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ അടുത്ത കാലത്തൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ പോയി 9 ദിവസം കൊണ്ട് 6 കിലോ കുറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവിടെ നടന്നു വെച്ചു. രാവിലെ ഒരു കപ്പലണ്ടിയും കശുവണ്ടിയും ഒരു മുന്തിരിങ്ങയും തരും, ഉച്ചയ്ക്ക് ഒരു 2 സ്പൂൺ പൊടിയരിക്കഞ്ഞിയും ഇതും തരും. ആഹാരം കഴിക്കാണ്ടിരുന്ന ആരുടെ വെയിറ്റും കുറഞ്ഞു പോകും. പട്ടിണി കിടന്നാൽ വെയിറ്റ് കുറയാത്ത ലോകരുണ്ടോ? അങ്ങനെ വെയിറ്റ് കുറച്ചുകൊണ്ട് എന്താ കാര്യം? വെയിറ്റ് കുറയ്ക്കാനുള്ളതല്ല, വെയിറ്റ് നിലനിർത്താനുള്ളതാണ്. ഞങ്ങൾക്ക് വെയിറ്റ് ലോസ് ഇല്ല. നമ്മുടെ പാക്കേജിൻ്റെ പേര് ഹെൽത്തി വെയിറ്റ് എന്നാണ്. വെയിറ്റ് മനുഷ്യന് ആവശ്യമില്ലേ? വെയിറ്റ് നമ്മൾ കുറേ എന്താണ് വെയിറ്റ് കുറയ്ക്കൽ കൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ എത്ര പരിശോധിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പം ഒരു 160 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് മാക്സിമം വെയിറ്റായ 60 കിലോയിൽ നിന്ന് 80 കിലോ ആയിരിക്കുമ്പോൾ അതിനെ തിരിച്ച് 60 ആക്കാനുള്ള ആഗ്രഹം അവിടെ അല്ല വേണ്ടത്. അവിടെ എങ്ങനെയാണ് 80 കിലോ ആയത്? ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനേ പറ്റുള്ളൂ. വീണ്ടും കയറി കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഭക്ഷണം കഴിക്കാനുള്ളതായ മോഹമുള്ളവൻ എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കും. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്, അവൻ്റെ ഗട്ട് ഹെൽത്ത് ആദ്യം ക്ലിയർ ചെയ്യണം. നമ്മുടെ ശരീരം ആവശ്യമില്ലാത്തതൊന്നും സൂക്ഷിക്കുന്ന സ്ഥലമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത വെച്ചാണെങ്കിൽ ആവശ്യമില്ലാത്തതിനേക്കാൾ പുറന്തള്ളും. മലമായിട്ടും മൂത്രമായിട്ടും പുറന്തള്ളും, വിയർപ്പായിട്ടും പുറന്തള്ളും. നമ്മുടെ ബോഡി ഒരു കാരണവശാലും അനാവശ്യ വസ്തുക്കൾ സ്റ്റോർ ചെയ്യണതായ ഒരു ഗോഡൗൺ നമ്മളിലില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? അവൻ എന്തുകൊണ്ട് വണ്ണം വയ്ക്കുന്നു? അവൻ്റെ ഗട്ട് ഹെൽത്ത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ വിശപ്പും കൊതിയും കുറയ്ക്കാൻ പറ്റുമോ?
അതൊരു ഒരു 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 ചോദ്യമായിപ്പോയി. വിശപ്പും കൊതിയും കുറയ്ക്കാനുള്ളതല്ല, വിശപ്പും കൊതിയും നിലനിർത്താനുള്ളതാണ്. അനാവശ്യമായ വിശപ്പ്, അനാവശ്യമായ കൊതിയെ കുറയ്ക്കാൻ അനാവശ്യമായ വിശപ്പിനെ ഇതിനെയും ഒരു പക്ഷേ ഈ ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ കൊണ്ട് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്തുന്നതിനുള്ള സംവിധാനം ശാസ്ത്രീയമായിട്ട് ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആണ്. അത് ഈ ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ്റെ മറ്റൊരു പ്രോട്ടോക്കോളാണത്. അത് സിഗരറ്റ് വലിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തരും. സിഗരറ്റ് വലി ഇല്ലാതാക്കി തരുന്നത് വേറെ മരുന്നുകൾ കൊടുത്തുകൊണ്ടല്ല, നമുക്ക് ആ സിഗരറ്റ് വലിക്കണമെന്നുള്ള ത്വര ഇല്ലാണ്ടാവാണ്. അങ്ങനത്തെ ഒരു പയ്യനാണ് എൻ്റെ അടുത്ത് വന്നത്. അയാൾ 42 സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. ഈ 42 സിഗരറ്റ് വലിക്കാമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഡ്രഗിൻ്റെ അഡിക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷനും ഡ്രഗ് കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10-40 സിഗരറ്റ് എടുത്ത് കഴിയും, പിന്നെ ഒരു കുപ്പി മദ്യം കഴിയും. ഇതിങ്ങനെ കഴിച്ച് ആരോടും ഈ പയ്യൻ മിണ്ട പോലും ചെയ്യില്ല. കാരണം അവൻ്റെ വീട്ടിൽ വെച്ചാൽ അവനും മദ്യപിക്കണം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ഡ്രഗ് കഴിക്കണം. ആ പയ്യൻ 18 ദിവസം കൊണ്ട്, അപ്പോൾ ആദ്യത്തെ ദിവസം 10-40 സിഗരറ്റ് വലിച്ച് വരുന്നു. ആവശ്യത്തിന് സിഗരറ്റ് ഞങ്ങളവിടെ മേടിച്ചും കൊടുത്തു. പുറത്ത് പോയി മേടിക്കുന്നതിനേക്കാൾ ഭേദമുള്ളതെന്ന് കണക്കാക്കി മേടിച്ചു കൊടുത്തു. 14 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി സിഗരറ്റ് കുറേ ബാക്കി ഉണ്ടല്ലോ അവിടെ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പറഞ്ഞു, പണ്ടത്തേതുപോലെ അല്ല, ഇപ്പോൾ വലിയ സ്മെല്ല് ഇത്തിരി കുറവ്. അപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു. ഡോക്ടർമാർ ഇയാളെ കൗൺസിലിങ്ങിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് പറയാണ്, അടുക്കാൻ നിവൃത്തിയില്ലാന്ന് പറഞ്ഞു, സിഗരറ്റിൻ്റെ വലിയ മണം കാരണമുണ്ട്. ആ ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കുഴപ്പമില്ല, മാത്രമല്ല ഇപ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് സിഗരറ്റ് വലിയൊക്കെ ഇല്ലേ ഇപ്പോൾ എന്ന്? ഇല്ല, ഞാൻ ഇന്നലെ 2 വലിച്ചിട്ടുള്ളൂ. ഇതെന്തൊരു ന്യായം, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടോ സാധനം, നീ 2 വലിച്ചാൽ എങ്ങനെ ശരിയാവണത്? അപ്പോൾ പയ്യൻ പറയാണ്, ഇപ്പോൾ അങ്കിളെ അത് വലിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തോന്നണില്ല എന്ന് പറഞ്ഞാൽ 21 ദിവസമായപ്പോൾ സിഗരറ്റ് വലിക്കാനേ തോന്നിയില്ല. അപ്പോൾ ആ ത്വര നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. അതൊരു സ്റ്റിമുലേഷനാണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഡ്രഗ്സും മദ്യപാനവും നിർത്തിയല്ലോ. നിന്ന് പോകും. എന്നാൽ ഇപ്പോൾ ഡ്രഗിനൊക്കെ ഞങ്ങൾ ഡീഅഡിക്റ്റ് ചെയ്ത് കളയും. 21 ഡേയ്സ് 21 ഡേയ്സ് മോസ്റ്റ്ലി 21 ഡേയ്സ് കൊണ്ട് ഡീഅഡിക്റ്റ് ചെയ്യും. ഇനി ഹാർഡായിട്ടുള്ളതായ ക്രോണിക് കേസാണെന്നുകൊണ്ട് ചിലപ്പോൾ സമയം കൂടിയെന്ന് വരാം. എന്നാൽ 21 മാറ്റി കിട്ടും. ദിവസത്തോടുകൂടി ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ OCD ഉള്ള ആളാണ്, ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ മാറ്റിത്തരും 21 ഡേയ്സ് കൊണ്ട്. ഒരു സംശയം വേണ്ട അതിനുള്ളിൽ. ഞങ്ങൾ വീണ്ടും പറഞ്ഞു, മാജിക്കല്ല. ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, ബൈപ്പോളാർ ഡിസോർഡറിന് അല്ലെങ്കിൽ OCDക്ക് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ സ്യൂട്ടബിൾ ആണോ, ചെക്ക് ഇറ്റ്. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈപ്പിലുള്ളതായ തെറാപ്പികൾ കൊടുത്ത് ആരോഗ്യവാനും സന്തോഷവാനുമാക്കി വിടും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അഡിക്ഷനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. മൊബൈൽ ഫോൺ അഡിക്ഷൻ ശാസ്ത്രീയമായിട്ട് എങ്ങനെ മാറ്റാം? മൊബൈൽ ഫോണിൻ്റെതായ അഡിക്ഷനെ കുറിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ളതായ ഒരു സ്റ്റഡി ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഓരോ രാജ്യത്തും ഓരോ തരത്തിലാണ് മൊബൈലിൻ്റെ അഡിക്ഷൻ. മൊബൈലിൽ എന്താണ് അഡിക്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾ മൊബൈലിൽ എന്താണ് അഡിക്ഷൻ നടത്തുന്നത്? ഇപ്പോൾ മൊബൈലിൽ എഡ്യൂക്കേഷണൽ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് ഫോർ ദ ബേബി. അഡിക്ഷൻ ആരും പരാതി പറയില്ലല്ലോ. അല്ല, അത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ അല്ലാത്തതായ നമ്മുടേതായ നല്ല ശീലങ്ങളെ ദുശീലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അഡിക്ഷനായിട്ട് ഇപ്പോൾ ലോകം പറയണത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഡോക്ടർ, ഈ റീല് തോണ്ടുന്ന അഡിക്ഷനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ശാസ്ത്രീയമായി മാറ്റാൻ പറ്റുമോ? റീല് തോണ്ടുന്ന അഡിക്ഷനെ ഒഴിവാക്കേണ്ടത്, അതിനുള്ളിൽ ഒരു നെഗറ്റീവ് ഇല്ല, അവിടെ ഉണ്ടല്ലോ. ഒരു ക്യാരക്ടറാണ് അത്. മുഴുവൻ നേരവും ഒരാൾ റീലുകൾ നോക്കിയിരിക്കുക, സ്വന്തം കാര്യം ഒന്നും ചെയ്യുന്നില്ല, അതൊരു അഡിക്ഷൻ അല്ലേ? സ്വന്തം റെസ്പോൺസിബിലിറ്റി കുറയുന്നത് ഡെഫിനറ്റായിട്ടും ബ്രെയിനിൻ്റെ ഫങ്ഷൻ്റെ വ്യത്യാസമാണ്. അതായത് അതൊരു അഡിക്ഷൻ തന്നെ ആയിരിക്കാം. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തതുവരെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു കേസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല. പുതിയ തലമുറയിൽ ഒരുപാട് പേര് അതെ. അപ്പോൾ ഞാനും ഒരു പരിധി വരെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അഡിക്ഷൻ ആയിരിക്കാം. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഹെൽത്ത് സംബന്ധമായ എന്ത് കാര്യങ്ങളും ദിവസത്തിൽ 2-3 മണിക്കൂർ ലോകത്തിൽ അതിനെപ്പറ്റി എന്താ നടന്നേക്കണമെന്നുള്ളത് നോക്കും ഞാൻ. അത് അങ്ങനെയാണ് എനിക്കതൊരു അഡിക്ഷൻ ആയിരിക്കും ഇപ്പോൾ എന്നെനിക്ക് തോന്നുന്നത്. ഡോക്ടർ തിരിച്ചറിയുന്നു. അതെ, ഞാൻ തിരിച്ചറിയേണ്ടി വരുന്നു. കാരണം പക്ഷേ എനിക്കത് അറിയണം. എനിക്ക് എല്ലാ ദിവസവും ഇന്ന് ലോകത്തിൽ എന്താണ് ഹെൽത്ത് മേഖലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഏത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലാവട്ടെ, അല്ലെങ്കിൽ മയോ ക്ലിനിക്കിൻ്റെ ന്യൂസ് ലെറ്റർ ആവട്ടെ, സിലോൺസ് മെമ്മോറിയൽ കെറ്ററിംഗ് ക്യാൻസറിൻ്റെ ന്യൂസ് ലെറ്റർ ആവട്ടെ, ഹാർവാർഡ് മെഡിക്കൽ കോളേജിൻ്റെ റിസർച്ച് പേപ്പേഴ്സ് ആവട്ടെ, അവരെന്താണെന്ന് പറഞ്ഞേക്കണത്, എന്താണിത് കാണുന്നത്, അല്ലെങ്കിൽ WHO ഇതാവട്ടെ, ഇത് പഠിക്കുക എന്നുള്ളത് എനിക്കൊരു ആവശ്യമാണത്. എനിക്കത് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എനിക്കത്. ഇനി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡെലിവറിക്ക് സാധാരണഗതിയിൽ 90% കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് അതവിടെ. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതിന് പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡിപ്രഷൻ വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമ്മൾ ഈ പ്രീ മാരിറ്റൽ വെൽനെസ്സിൻ്റെതായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ആ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ മോൾ ചോദിച്ചതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഈ മൊബൈലിൻ്റെതായ അഡിക്ഷൻ പോലെ തന്നെ. ഈ അഡിക്ഷൻ പോലെ തന്നെ നമ്മൾ ക്യാരിയിങ് ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഒരുപാട് അൺവാണ്ടഡ് കാര്യങ്ങൾ ലേൺ ചെയ്യും. ഈ അൺവാണ്ടഡ് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ നമുക്കത് ഡിപ്രഷനിലേക്ക് മാറും. ഇന്ന് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനേക്കാൾ ഉപരിയായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ഡിപ്രഷൻ ടൈമിൽ ഈ അമ്മ എന്തെങ്കിലും തരത്തിലുള്ളതായി അനാവശ്യ ചിന്തയിലൂടെ വന്നാൽ കുട്ടികൾ ഹാൻഡിക്യാപ്ഡായി മാറാണ്. ഇപ്പോൾ ഓട്ടിസമുള്ള കുട്ടിയെന്ന് വെച്ചാൽ ജനിക്കുമ്പം തിരിച്ചറിയാൻ പറ്റില്ല. ഒരു 2-2.5 വയസ്സ് കഴിഞ്ഞാലാണ് ആ കുട്ടിക്ക് ഓട്ടിസമാണെന്ന് മനസ്സിലാക്കാൻ തന്നെ പറ്റുള്ളൂ. ഇത് ഗർഭിണിയായിട്ടുള്ളതായ ഒരു അമ്മയുടെ തോട്ട് പ്രോസസ്സിനെ വളരെയധികം ബാധിച്ചിരിക്കും. അത് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഈ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഇതിനൊക്കെ ഞങ്ങളൊരു സ്റ്റഡി ക്ലാസ് എടുക്കുന്ന പരിപാടി, ഒരു കൗൺസിലിംഗ് പരിപാടിയായിട്ട് പോകണമെന്ന് വെച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയിൽ ഈ പ്രഗ്നൻസി എന്നുള്ളത് പ്ലാൻഡ് അല്ല. എങ്ങനെയോ ഒരു കുട്ടിയായി എന്നാൽ പറഞ്ഞ ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. ഗർഭിണിയാണെന്നുള്ളത് പൊതുജനം അറിയുന്ന പോലുമില്ല. കാരണം അതിനെച്ചാൽ ഡ്രസ്സ് ഇട്ട് ആരും അറിയില്ല. ഇപ്പം നമ്മൾ അത് എന്തെങ്കിലും ആവട്ടെ, ഒരു കുഞ്ഞിനെ വേണമല്ലോ എന്ന് കണക്കാക്കി അങ്ങോട്ട് പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞിനെ വേണമെന്ന് കണക്കാക്കി അല്ല ഡെലിവറി വേണ്ടത്. ഒരു കുഞ്ഞിനെ നമ്മൾ പ്ലാൻ ചെയ്ത ഡെലിവറിയാണ്. അപ്പോഴാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി ഉണ്ടാവുള്ളൂ നമുക്കിവിടെ. ഇത് ഇതാട്ടെ ഒരു കുട്ടി എന്നാൽ അവരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ഒരു പ്രഗ്നൻസി ക്യാരിയിങ് ആണ് കുറേ അധികം കാലമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളൊരു കുട്ടിയെ വേണം എന്നുള്ളത് നമ്മുടെ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ്. അത് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ വീട് പണിയുമ്പോൾ ഈ മണ്ണ് മാത്രം ഉപയോഗിച്ച് വീട് പണിതാൽ കുറേ കഴിയുമ്പോൾ ഇടിഞ്ഞു പോയി താഴത്തേക്ക് വീഴും. മറിച്ച് സിമെൻറ്റും കാര്യം പ്രൊപ്പോഷനായിട്ട് നല്ലൊരു എഞ്ചിനീയറെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വീടായിട്ട് മാറും. എന്നതുപോലെയാണ് കുട്ടി ഉണ്ടാവുക. നമുക്കൊരു കുട്ടി വേണം എന്നുള്ളത് പ്ലാൻഡ് ആയിരിക്കണം, കാൽക്കുലേറ്റഡ് ആയിരിക്കണം. അതില്ലാത്തതായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രീ മാരിറ്റൽ വെൽനെസ്സിന് വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട കാരണം. കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രീതിയിലേക്കാണ് ഞങ്ങൾ ചെയ്യണത് തന്നെ. ഡോക്ടർ, ഈ യുവാക്കളുടെ ഇപ്പം ഡോക്ടർ സ്ട്രെസ്സ് 2 പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അവരുടെ ഹെൽത്തി ഡയറ്റ് ഒന്നും അവർക്കില്ല. ഓക്കെ, ജങ്ക് ഫുഡിൻ്റെ കൺസംഷൻ ഭയങ്കര കൂടുതലാണ്. അവർക്ക് സമയമില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. അതുപോലെ ഇനി പലരും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് വ്യക്തമായൊരു ധാരണയില്ല. 2, ഒന്ന് മാറി നിന്നൊന്ന് സ്ട്രെസ്സ് റിലീഫിലോട്ട് കടക്കാൻ വേണ്ടി ഒരു 3 days ആയിക്കോട്ടെ, അങ്ങനെ മാറി നിൽക്കണമെങ്കിൽ പോലും പലപ്പോഴും ഒരു സ്റ്റേക്കേഷന് പോവുക, ഒരു ട്രിപ്പിന് പോവുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇതല്ലാത്ത ഷോർട്ട് പാക്കേജുകളുണ്ടോ? ലൈക്ക് കോർപ്പറേറ്റ്സിനാണെങ്കിലും ഒക്കെ വന്ന് നിൽക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞത് എത്ര ദിവസം വേണം നമ്മളെ ഒന്ന് ഫംഗ്ഷനിലാക്കി ഒന്ന് മാറ്റിയെടുക്കാൻ? കാരണം എല്ലാ വർഷവും ആയുർവേദത്തിന് 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം റെസ്റ്റ്, 14 ദിവസം കഴിഞ്ഞ് ലൈക്ക് 3 times ആണ് റെസ്റ്റ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ശരീരത്തിനും മനസ്സിനും അങ്ങനെ വെൽനെസ്സിന് പറ്റിയ പാക്കേജസ് ഉണ്ടോ? അതിന് പറയുമ്പോൾ വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മെത്തേഡിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂർ നമ്മൾ 10 മണിക്കൂർ ബെഡ് ടൈമായിട്ട് കണക്കാക്കുക. ബാക്കിയുള്ള 14 മണിക്കൂറുണ്ട്. ഒരു 8 മണിക്കൂർ നമ്മൾ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും ഒരു 6 മണിക്കൂർ നമുക്ക് ബാലൻസ് ഉണ്ട്. ഈ 6 മണിക്കൂറിൽ നമ്മൾ ചിന്തിച്ച് ഭാവിയെപ്പറ്റി ചിന്തിച്ചും സേവിങ്സിനെ പറ്റി ചിന്തിച്ചും ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചും ഈ എന്താ പറയുക പണമുണ്ടാക്കണതിനെ പറ്റി ചിന്തിച്ച് നമ്മൾ സമയം കളയും. എൻ്റർടൈൻമെൻറ്റിനും സമയം കളയും. ഒരു അരമണിക്കൂർ ആരോഗ്യത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുക. ഒരു ദിവസത്തിൽ ഏതൊരു വ്യക്തിയും അരമണിക്കൂർ അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ 2 വർഷം കൂടുമ്പോൾ യു വിൽ ഗെറ്റ് 15 days, 15 ദിവസം കിട്ടും. ഈ 15 ദിവസം 2 വർഷത്തിലൊരിക്കൽ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ നമ്മൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നമ്മൾ ഒരു ചെപ്പടി വിദ്യയിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ, ഒരു സാമൂഹികമായ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സുഖം എന്ന് പറഞ്ഞതുപോലെയാണ്. പല ഈ സ്പാ പോലുള്ളതായ സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മസാജ് ചെയ്യണം, ചിലപ്പോൾ ഒരു സുഖം കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെയല്ല, ബോഡിയെ നമ്മൾ സംരക്ഷിക്കേണ്ട സാധനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. സംരക്ഷിക്കുന്നതിന് വേണ്ടുള്ളതായ മെത്തേഡാണ് 2 വർഷത്തിലൊരിക്കൽ ഒരു 15 ദിവസം ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. ആ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ ജാപ്പനീസിനെ കണ്ടുപിടിക്കുക, ചൈനീസിനെ കണ്ടുപിടിക്കുക. അവർ ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതായ സമയത്ത് അവർ ലോകത്തിൽ ഒരു കാര്യം ചെയ്യില്ല അവരുടെ. എങ്കിലാണ് അവർ, അതുകൊണ്ടല്ലേ ആ രാജ്യത്തിൻ്റെ വികസന ഭാഗങ്ങൾ നോക്കിച്ചേക്കാം. അവരുടേതായ കാര്യം ജോലി ചെയ്യണ പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് വേറെ മകൾ വീണു അല്ലെങ്കിൽ അച്ഛൻ വീണു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജോലി കഴിയുമ്പോൾ പോകും. അല്ലാണ്ട് ജോലി ചെയ്യാന്നുള്ളവരുടെ ജോലി ചെയ്യുക. ശരീര സംരക്ഷണം വെച്ചാൽ ശരീര സംരക്ഷിക്കുക. ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുക. ഇതാണ് ഫൺ വേണ്ടടുത്ത് ഫണ്ണിന് പോകാർ. അപ്പോൾ ഇങ്ങനെ അതൊരു പ്ലാനിങ് ഇല്ല. നമ്മൾക്കൂടെ അങ്ങനെയല്ല. നമ്മൾ അന്വേഷിക്കുകയാണ്. നമ്മൾ നേരം വെളുക്കുമ്പോൾ ഓരോ തരത്തിലുള്ള അന്വേഷണങ്ങളാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ലാണ്ട് മുട്ടുവേദന മാറുന്നു, നടുവേദന മാറുന്നു, ചെല്ലണു,
മുട്ടുവേദന നടുവേദന ചില ആശ്വാസം കിട്ടിയെന്ന് വരാം. പക്ഷേ പെർമനൻ്റ് ആയിട്ട് മാറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ ആൾ മറ്റോടത്തിരിക്കും അവിടെ മാറണ്ടേ. നമ്മൾ ഒരു തത്വം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ആയുർവേദമായിക്കോട്ടെ, എന്തെങ്കിലും സിദ്ധവൈദ്യം എന്തായിക്കോട്ടെ, ഒരു ഡോക്ടർക്ക് മാത്രം എങ്ങനെ ചെയ്യാൻ പറ്റും, മറ്റുള്ള ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടേത്? അവരും പഠിച്ചതൊന്നും തന്നെയല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റണമല്ലോ, കാരണം നമ്മുടെ ബോഡിയിലല്ലേ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഞാൻ വരികയാണ്. സോ ഐ വോണ്ട് ടു ഏജ് ഗ്രേസ്ഫുള്ളി. ഓക്കെ, ഇത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം എൻ്റെ ഗ്രാൻഡ് മദർ മരിക്കുന്ന ദിവസം വരെയും അമ്മാമ്മ ഓടി നടന്ന് സ്വന്തം കാര്യം ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ക്യാൻസർ വന്നു, അത് സെക്കൻഡ് വന്നിട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മാമ്മ മരിക്കുന്നത്. പക്ഷെ ആ ലാസ്റ്റ് ദിവസം വരെ അമ്മാമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മാമ്മയാണ് ചെയ്തത്. അമ്മാമ്മ ആ അവസാന ദിവസം തനിയെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് ആ ഉറക്കത്തിലാണ് അമ്മാമ്മ മരിച്ചു പോണേ. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയാം, ഒരു ഭാഗ്യമുള്ളൊരു വീടാണ്. എല്ലാവരും അവസാനത്തൊരു സമയം വരെയും നടന്ന് അങ്ങനെയുള്ളൊരിതായിരുന്നു. അപ്പോൾ വേദനകൾ പരാതി പറയാത്തൊരു വീടെന്ന് ഞാൻ എൻ്റെ വീടിനെ കാണുന്നു. അപ്പോൾ ഏജിങ് ഗ്രേസ്ഫുള്ളി, എനിക്കിതൊക്കെ കേട്ടതുകൊണ്ട് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ടു ഏജ് ഗ്രേസ്ഫുള്ളി. എങ്ങനെയാണ് ഗ്രേസ്ഫുള്ളി ഏജ് ചെയ്യാൻ സാധിക്കുക? അതെ, ഇപ്പോൾ നമ്മളിത് ഈ ജീനിൻ്റേതായ ഒരു ഡെഫിനറ്റായിട്ട് അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ എന്ത് സംഗതിയാണെങ്കിലും ഇപ്പം ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ആ വിത്തിൽ ഉണ്ടാവുന്നതായ നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കായ്കളുണ്ടാവും. ആ വിത്ത് നട്ടത് കൊണ്ട് മാത്രം കായ്കനികൾ ഉണ്ടാവില്ല. ആ വിത്തിനെ നമ്മൾ സംരക്ഷിക്കണം. ചെടിയായി വരുമ്പോൾ സംരക്ഷിക്കണം. അത് വളർന്നു വരുമ്പോൾ അതിന് പെസ്റ്റിസൈഡൊന്നും ഉപയോഗിക്കാത്ത നല്ല രീതിയിലേക്ക് കറക്റ്റായ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷേ ഇത് എല്ലാ വിത്തിലും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇപ്പം നമ്മളിപ്പോൾ മുളയ്ക്കാത്തതായൊരു വിത്തിനെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ മുളച്ച വിത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. ആ മുളച്ച വിത്തിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ മോളുടെ പാരമ്പര്യമായിട്ട് വെച്ചാൽ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഒരു ചെറിയ ഇഷ്യൂ ഇഗ്നോർ ചെയ്യരുത്. നമ്മളൊരു 50 വയസ്സ് വരെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റും. 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര നാളും കുഴപ്പമൊന്നും ഉണ്ടായില്ലോ, ഇനിയും കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ ധരിക്കരുത്. ഹെൽത്ത് നമ്മളോട് പറയും. നമ്മുടെ ബോഡി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ നമ്മളോട് പറയും, സി ഐ എം ഫേസിങ് ദിസ് എ പ്രോബ്ലം എന്ന് പറയും. അതിൻ്റെ സിംറ്റംസ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു. നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയാൻ നമ്മുടെ ബോഡി സമ്മതിക്കത്തില്ല. കാരണം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻ വിൽ ഗോ ടു ഡെത്ത്. അപ്പോൾ ഈ ഡെത്തിന് പോകണമെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ ഒരു 60% താഴെ വന്നു കഴിഞ്ഞാൽ ബോഡി പ്രശ്നം ഉണ്ടാക്കും. ആദ്യം ബോഡി പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് ഡ്രൈ ആവും. ചുണ്ട് ഡ്രൈ ആകുമ്പോൾ നമ്മൾ വെറ്റാക്കാൻ നോക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ബുദ്ധിമാരായതിൻ്റെ പേരിൽ നമ്മൾ ചുണ്ട് അപ്പം തന്നെ നാക്കൊണ്ട് തന്നെ ചുണ്ട് അത് പണി നിർത്താൻ ഞാൻ അങ്ങനെയല്ല വേണ്ടത്. വീണ്ടും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് യോണിങ് ഉണ്ടാവും, കോട്ടുക വരും. അപ്പോൾ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മുടെ ബോഡി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സിംറ്റംസ് കാണിച്ചാൽ അതിനെ അവഗണിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ സ്ഥിരമായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ. അതായത് എന്തെങ്കിലുമൊക്കെ വേദന വന്ന് തുടങ്ങുമോ, അപ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ പണ്ടത്തെ അത്ര സ്പീഡിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേദന വരുന്നു, അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരു 50ക്ക് ശേഷം 40സിന് ശേഷം ഇപ്പോൾ 30s പോലും പറഞ്ഞു തുടങ്ങി. പ്രായമാവുമല്ലേ, പ്രായമാകുമ്പോൾ വേദനകൾ വരും, പ്രായമാകുമ്പോൾ വേദനകൾ വരും. ഒരു കാരണവശാലും വരില്ല. ആ കൺസെപ്റ്റിനോട് ഒരു തരത്തിലും യോജിക്കാൻ നിവൃത്തിയില്ല. വേദനയും പ്രായവും തമ്മിൽ ബന്ധം പോലും ഇല്ല. ഒരിക്കലും ഇല്ല. വേദന ഇത്ര വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് വേദന, ഇത്ര വയസ്സിന് മുമ്പ് കുറച്ച് വേദന എന്നൊന്നും അങ്ങനെ വേദന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. വേദന ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ളതായ അസ്വസ്ഥതകൾ മൂലമാണ്. അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ മലയാളികളായ ആൾക്കാരിൽ നല്ലൊരു ശതമാനം, ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ വെച്ചാണെങ്കിൽ 45 വയസ്സ് മുതലേ നമുക്ക് ഈ മെനോപോസ് സിംറ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മെനോപോസ് സിംറ്റം ഇഗ്നോർ ചെയ്യാവുന്ന സാധനം അല്ല അത്. ഈ മെനോപോസ് സിംറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്ക് മാറും, അത് ഓസ്റ്റിയോപൊറോസിസിലേക്ക് മാറാം. അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനാവശ്യമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സിംറ്റം കണ്ട് ഒരു മൂഡ് സ്വിങ് വന്നു, ഒരു ഓവർ ബ്ലീഡിങ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ശരിയാക്കണം. ട്രീറ്റ് ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ഓൾഡ് ഏജിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അനാവശ്യമായിട്ട് അതിന് മരുന്നും കഴിക്കരുന്നൊരു സജഷനും കൂടെ എനിക്ക് പറയാനുണ്ട്. സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രായമാവും. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ഇപ്പോൾ കാഴ്ചയ്ക്കാണെങ്കിലും എല്ലാം കൂടുതലായിരിക്കും. ശരിയാണത്. അങ്ങനൊരു ഇതുണ്ട്. അത് സ്ത്രീകളുടെ കാര്യത്തിൽ അത് കറക്റ്റാണ്. അത് സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ യങ്ങർ ഏജിൽ നമ്മുടെ ബോഡിയെ അവർ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാണ്. പുരുഷന്മാർ അങ്ങനെയല്ല. പുരുഷന്മാർ കുറച്ചും കൂടി നാച്ചുറൽ മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. അതൊരു മാത്രം ചിന്തിച്ചാൽ മതി അവിടെ. അങ്ങനെയാണ്. അപ്പോൾ വേദന
വേദന ഒരു കാരണവശാലും അതുമായിട്ട് ബന്ധമില്ല. അതുപോലെ പ്രായമാവും തോറും സ്വാഭാവികമായി തടി എന്തായാലും വെക്കും, കിതപ്പ് എന്തായാലും വരും, നമ്മൾ സ്ലോ ആവും എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണത്. അതൊന്നും സയൻറ്റിഫിക്കലി അല്ല അത്. അപ്പോൾ ശരിക്കും ശരീരത്തിനെ ട്രെയിൻ ചെയ്ത് പ്രോപ്പർ വർക്കൗട്ടും പ്രോപ്പർ ഡയറ്റുമായി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവസാനത്തെ ആ സമയം വരെ നമുക്ക് ഓടി നടക്കാൻ 87 വയസ്സായ ജപ്പാൻകാരൻ വിവാഹം ചെയ്ത് കുട്ടികളുണ്ടായി. എങ്ങനെയാണ് ഉണ്ടായത്? അത് അവിടെയാണ് വ്യത്യാസം. അവിടെ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് സാധനത്തിനെ നമ്മൾ സംരക്ഷിക്കപ്പെട്ടാൽ നമ്മൾ ലോകത്തിൽ നമ്മൾ വിജയിക്കപ്പെടും. ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞത്. അതല്ലാതെ ആശുപത്രികളുടെ എണ്ണം കൂടിയിട്ടുള്ള രാജ്യത്തിൻ്റെ സമ്പത്തല്ല അത്. ഡോക്ടർ ഇന്ത്യയെ കുത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അല്ലല്ല, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നുള്ളത് ആരോഗ്യമുള്ള ജനതയാണ്. ആരോഗ്യമുള്ള ജനത ഉണ്ടായിച്ചാൽ മതി. ഡോക്ടർ, ഈ അപകടങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഹാബിൽ നമ്മൾ പോയി, പക്ഷേ ചിലർക്കൊന്നും അത് ഒരു കാലത്തും ആ റീഹാബ് കൊണ്ടൊരു ഗുണം ഉണ്ടാകത്തില്ല. ജീവിതകാലം മുഴുവൻ ഫിസിയോതെറാപ്പി, ജീവിതകാലം മുഴുവൻ തിരുമലുകൾ എന്ന് പറയാറുണ്ട്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് എന്ന സ്ഥാപനത്തിൽ റിഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ളതായ ഉപകരണങ്ങൾ ലോകത്തിൽ ഒരു സ്ഥലത്തും കാണാത്ത തരത്തിൽ, എന്നാൽ ഇന്ന് ലോകത്തിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ടതായ ഉപകരണങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസും സ്പോർട്സ് ബയോമെക്കാനിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും സ്പോർട്സ് സയൻറ്റിസ്റ്റും കൂടെ ചേർന്നാണ് അവിടെ ചെയ്യണത്. അത് ലോകത്തിൽ ഒരു സ്ഥലത്തും കാണില്ല. റിഹാബിലിറ്റേഷന് ഞാൻ എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് ദ അൾട്ടിമേറ്റ് ഓപ്ഷൻ. ആ രീതിയിലേക്കാണ് ഞങ്ങൾ ചെയ്യണം അവിടെ. ഇപ്പോൾ ഡോക്ടർ, എനിക്ക് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് പ്രായമായതുകൊണ്ടല്ല വേദനകൾ വരുന്നത്. ശരീരം വളരെ നേരത്തെ തന്നെ ശ്രദ്ധിക്കണം. നമ്മളോട് പ്രശ്നങ്ങളുണ്ടെന്ന് ശരീരം കാണിക്കുമ്പോൾ അവഗണിക്കരുത്. അതുപോലെ രോഗാണുക്കൾ മൂലമല്ലാത്ത എല്ലാത്തിനും ചികിത്സയുണ്ട്. അത് മരുന്നുകൾ കൊണ്ടല്ല, സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് കൊണ്ട്, സയൻറ്റിഫിക് മെത്തേഡ്സിൽ. എനിക്ക് പക്ഷേ ഇതുപോലൊരു സ്ഥലം ഞാൻ കേട്ടിട്ടില്ല. സഞ്ജീവിനി അല്ലാതെ ഇങ്ങനെ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഇത്രയും എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ വേറെ. ഞാൻ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഞ്ജീവിനി ഞാൻ കാണിക്കുന്നതായ ഒരു വലിയൊരു കാര്യമല്ല. ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു കൊമേഴ്സ്യൽ ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അവിടെ. ഞാനിതിൻ്റെ ഒരു ഇൻവെൻറ്ററോ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റോ ഒന്നുമല്ല. ഇന്ന് ലോകത്തിൽ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളൂ. അവിടെ വരുന്നതായ ആൾക്കാർക്ക് പരിപൂർണമായ ആശ്വാസം സന്തോഷകരമായ രീതിയിലേക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡോക്ടർ ഒരുപാട് കാലം മുന്നേ ചിന്തിച്ച് അതിലേക്ക് വളരെ കാലം ഉദ്ദേശിച്ചാണ്. ലോകം മുഴുവൻ നടന്ന് ഇതിൻ്റെ ഓരോ എക്യുപ്മെൻസിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ ഇത് മനസ്സിലാക്കി എടുത്തിട്ട് ചെയ്തതാണ്. അതിന് വലിയൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊറോണ ബാധിച്ചപ്പോഴാണ്, ഈ കൊറോണ എന്ന് പറഞ്ഞൊരു മഹാമാരി ലോകത്തിൽ വന്നപ്പോഴാണ് നമ്മൾക്ക് ആരോഗ്യമില്ല എന്ന് മനസ്സിലായത്. ആരോഗ്യമുണ്ട് എന്ന് ധരിച്ചിരുന്ന യോഗ ചെയ്യുന്ന ആളാവട്ടെ, കിലോമീറ്ററോളം നടക്കുന്ന ആളാവട്ടെ, എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇവരെയൊക്കെ കൊറോണ പോയി പിടിച്ചുകൊണ്ടു. എന്നാൽ കൊറോണ പിടിക്കാത്തതായ വളരെ ലോവർ ലെവലിൽ മാത്രം കൊറോണ ബാധിച്ച ഒരു ഫ്രട്ടേണിറ്റിയാണ് സ്പോർട്സ് ഫ്രട്ടേണിറ്റി. സ്പോർട്സിലുള്ളതായ ആൾക്കാരെ കൊറോണ ബാധിച്ചില്ല, വളരെ കുറച്ചേ ബാധിച്ചുള്ളൂ. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സിലുള്ളവൻ ആരോഗ്യവാന്മാരാണ്. ആരോഗ്യമുള്ള ശരീരത്തെ ഒരു രോഗാണു ബാധിക്കില്ല, അവൻ മാറ്റിക്കളയും. അവിടെ ചെന്ന് അവൻ രക്ഷയില്ലാന്നറിയാം. അപ്പോൾ രോഗാണുക്കളെ നമ്മൾ വരുത്തുന്നതിന് മുൻപായിട്ട് രോഗാണുക്കളെ നമ്മൾ വിമുക്തമാകുന്നതിന് വേണ്ടി നമ്മൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആരോഗ്യം 2 കൊല്ലം കൂടുമ്പോൾ 15 ദിവസം അതിനെ സംരക്ഷിക്കണം. അതല്ലാണ്ട് പിന്നെ എങ്ങനെ സാധിക്കാൻ പറ്റുക? അതിനാവശ്യമാണ് സൊസൈറ്റിക്ക് ഇന്ന്. 365 ദിവസത്തിൽ 15 ദിവസം, 750 ദിവസത്തിൽ 15 ദിവസം, അത് മതി. 2 വർഷത്തിലൊരിക്കൽ 15 ദിവസം. അതാണ് അതിൻ്റെ കാര്യം. അതൊരു നഷ്ടമല്ല. ഒരിക്കലും നഷ്ടമല്ല. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും അരമണിക്കൂർ ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ അരമണിക്കൂർ വെച്ച് ഓരോ ദിവസം സേവ് ചെയ്ത് 2 കൊല്ലം കൊണ്ട് 15 ദിവസം കിട്ടും. അതതിനു വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു സമൂഹം വന്നേ പറ്റൂ ഇവിടെ. അല്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു സമൂഹം കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം സ്വപ്നങ്ങളിൽ മാത്രമായി മാറാനുള്ള ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇതിനു മുന്നേ ഒരിക്കൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ട്. അന്ന് ഡോക്ടറുടെ അടുത്ത് ആളുകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഡോക്ടറെ ഒരു പോഡ്കാസ്റ്റിന് വിളിക്കുമ്പോൾ സോറി എനിക്ക് അപ്പോയിൻമെൻ്റ് കൊണ്ട് സമയമില്ല എന്ന് പറയുന്ന ഇതിലേക്ക് ഡോക്ടർ എത്തിയിരിക്കുന്നു. ഇനിയും അതുപോലെ ഒരുപാട് പേർക്ക് സഹായമാവാനായിട്ട് ഡോക്ടർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ. വളരെ സന്തോഷം. ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായതിലും ഇങ്ങനെ വീണ്ടും നമുക്ക് കാണാൻ പറ്റിയതിലും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചാലും ഇത് ജനങ്ങൾക്ക് ഗുണപ്രദമാകുമല്ലോ എന്നുള്ള ചിന്താഗതിയോടുകൂടി ഞാനും വളരെ സന്തോഷവാനായിട്ട്. നമസ്കാരം.